ആരംഭിക്കുന്നതിന് മുമ്പ് എന്താണ് ഭാഗവതം, എന്തിനാണ് ഭാഗവതം നാം കേൾക്കുന്നത്, ഇത് രണ്ടും വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഭ എന്ന ശബ്ദത്തിനർത്ഥം അറിവ് എന്നാണ്. ഭ എന്ന ശബ്ദത്തിൽ നിന്നാണ് ഭാരതം എന്ന ശബ്ദം നമ്മുടെ ഈ രാഷ്ട്രത്തിന് കിട്ടിയിരിക്കുന്നത്. ഭ എന്നതിന് സംസ്കൃതത്തിൽ അർത്ഥം പ്രകാശം എന്നാണ്. അതുകൊണ്ടാണ് സൂര്യന് ഭാസ്കരൻ, ഭാനു തുടങ്ങിയിട്ടുള്ള പേരുകൾ കിട്ടിയിട്ടുള്ളത്. ഭ എന്നാൽ അറിവ് എന്നർത്ഥം. അറിവാകുന്ന പ്രകാശത്തിൽ ജീവിക്കുന്നവരാണ് ഭാരതീയര്. ഭാതി സർവശാസ്ത്രേഷു രാരതി സർവേഷു ജന്തുഷു താരണം സർവേഷു ലോകേഷു തേന ഭാരതമുച്യതേ എന്നെല്ലാം നമ്മുടെ പൂർവികന്മാര് ഈ ഭാരതത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭ എന്ന ശബ്ദം കൊണ്ട് അറിവാകുന്ന പ്രകാശം, ഗ എന്ന ശബ്ദം കൊണ്ട് ആ സ്മരണയിൽ ഇരിക്കുന്നവൻ ആരോ അവൻ ഭഗവാൻ. അറിവാകുന്ന സത്യത്തിന്റെ സ്മരണയിൽ ജീവിക്കുന്നവനാണ് അല്ലെങ്കിൽ ഇരിക്കുന്നവനാണ് ഭഗവാൻ. അപ്പൊ ഭാഗവതം എന്ന് പറഞ്ഞാലോ അറിവിന്റെ സ്മരണയിൽ ജീവിക്കാൻ നമുക്ക് അറിവ് പകർന്നു തരുന്നു ഭാഗവതം. അറിവാണ് നമുക്കൊക്കെ പകർന്നു തരുന്നത്. ഏതറിവ്? അതിലേക്ക് പിന്നീട് നമുക്ക് കിടക്കാം. ഈ ഭാഗവതം എന്തിനു നാം കേൾക്കുന്നു, ആ ഭാഗവതത്തിന്റെ മഹത്വം എന്താണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ഭാഗവതം തന്നെ പറയും. ആശ്രയത്തിലേക്ക് ഉയരാനാണ് ഭാഗവതം നമ്മൾ കേൾക്കേണ്ടത്. ശരിയായൊരു ആശ്രയത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്താനാണ് ഭാഗവതം കേൾക്കേണ്ടത്. അപ്പോ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ കേട്ടാലും അതിൽ വ്യക്തത വരില്ല. കാരണം മനസ്സിന് അതിന്റെ ക്ലാരിറ്റി നമുക്കങ്ങോട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇത്തിരി നമ്മൾ ആഴങ്ങളിലേക്ക് കടന്നു പോകണം. അപ്പൊ അറിവിന്റെ സ്മരണയിൽ ജീവിക്കുക പറഞ്ഞാൽ ഞാനും നിങ്ങളും അറിവിലല്ലേ ജീവിക്കുന്നത്? തീർച്ചയായിട്ടും അറിവിലാണ് ജീവിക്കുന്നത്. ഏത് കുഞ്ഞിനോട് ചോദിച്ചാലും കുട്ടി പറയും, എന്തിനാ മോനെ നീ ജീവിക്കുന്നത്, എന്തിനാ മോളെ നീ ജീവിക്കുന്നത് പറഞ്ഞാൽ കുട്ടി പറയും, എനിക്ക് എൻജോയ് ചെയ്യാനാണ് ഞാൻ ജീവിക്കുന്നത്, എൻ്റെ ലൈഫ് എനിക്ക് എൻജോയ് ചെയ്യണമെന്ന്. അങ്ങനെയാണല്ലോ പറയുക. എൻ്റെ ജീവിതത്തെ എനിക്ക് ആസ്വദിക്കണം, എൻ്റെ ജീവിതത്തെ എനിക്ക് പ്രയോജനപ്പെടുത്തണമെന്ന് എന്ന് എല്ലാ മനുഷ്യ മനസ്സിലും ആ അറിവ് നിലനിൽക്കുന്നുണ്ട് പ്രിയാണ്. ആരും പറഞ്ഞിട്ടില്ല ഇത്രയും കാലം എനിക്ക് നരകിക്കണം, ദുഃഖിക്കണം, എനിക്ക് വിഷമിക്കണം. അതൊന്നും ഇതേവരെ ആരും പറഞ്ഞിട്ടില്ല. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, സോ ഐ എൻജോയ് മൈ ലൈഫ് എന്നാണല്ലോ എല്ലാവരും പറയാ. ഐ വാണ്ട് ടു എൻജോയ് മൈ ലൈഫ്. ഞാൻ ആസ്വദിക്കും എൻ്റെ ജീവിതത്തെ. എങ്ങനെ ആസ്വദിക്കും? ദാറ്റ്സ് ഡിഫറെന്റ്. ഓരോരുത്തരുടെയും മാനസിക നിലവാരത്തിനും ആഗ്രഹത്തിനും സംസ്കാരത്തിനും അനുസരിച്ച് ആ ഒരു ജീവിതത്തെ ആസ്വദിക്കണം. ഒരു കള്ളു കുടിക്കുന്ന ഒരാളോട് നിങ്ങൾ ചോദിക്കും, എന്തിനാ നീ കള്ളു കുടിക്കുന്നത്? നീ അതിൽ ഇടപെടണ്ട, എനിക്ക് എൻ്റെ ജീവിതം ആസ്വദിക്കണം, എനിക്ക് എൻജോയ് ചെയ്യണം. അതല്ലേ അല്ല പറയാ. ഏത് തോന്നിവാസം ചെയ്യുന്ന ആളോട് നിങ്ങൾ ചോദിച്ചു നോക്കും, നീ എന്തിനാ ഇങ്ങനെയൊക്കെ നശിക്കുന്നത്, ഇങ്ങനെയൊക്കെ, നീ അതിലൊന്നും ഇടപെടണ്ട, എനിക്കറിയാം എൻ്റെ ജീവിതത്തെക്കുറിച്ച്, എനിക്ക് എൻ്റെ ജീവിതം ആസ്വദിക്കണം. അതല്ലേ അയാൾ പറയാ, അല്ലേ? അയാൾ അങ്ങനെ തന്നെയാ പറയാ, എനിക്ക് എൻ്റെ ജീവിതം ആസ്വദിക്കണം, അതുകൊണ്ട് നിങ്ങൾ ആരും എൻ്റെ ജീവിതത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല, എനിക്കറിയാം എങ്ങനെ ജീവിക്കണം എന്നുള്ളത്, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ജീവിക്കുന്നവരാണ് ഭൂരിപക്ഷം ആളുകളും. അപ്പൊ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ഒരറിവ് നമ്മളെ കൊണ്ടു നടക്കുന്നുണ്ട്. ഏതറിവ്? ജീവിതത്തെ നന്നായിട്ട് ആസ്വദിക്കണം എന്നുള്ളൊരറിവ്. അതെങ്ങനെ ആസ്വദിക്കണം? ഇത് ഞാനും നിങ്ങളും മനസ്സിലാക്കിയത് ഈ ലോകത്തെ നോക്കിക്കൊണ്ടാണ്. ഈ ലോകം എങ്ങനെ ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കി ആ കാഴ്ചപ്പാടിലൂടെ ജീവിക്കുന്നവരാണ് ഭൂരിപക്ഷം ആളുകളും. അപ്പൊ ഒരു വശത്ത് ഒരാളുടെ കയ്യിൽ കുറെ സമ്പത്ത്, സുഖസൗകര്യങ്ങള്, കാറ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ണുകൾ നമ്മളോട് പറയും, ഇങ്ങനെ ജീവിക്കുമ്പോഴാണ് ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നത് എന്ന്. അപ്പൊ കഷ്ടപ്പാടുകളൊന്നും ഉണ്ടാവില്ല, എല്ലാ സുഖഭോഗങ്ങളും ഉണ്ടാവും, സുഖസൗകര്യങ്ങളും ഉണ്ടാവും. അങ്ങനെയല്ലേ പറയാ? തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ നമ്മൾ കണ്ണുകളെ കൊണ്ട് കാണുന്നത് മനസ്സ് പറയും ഇതാണ് സത്യമെന്ന് പറയുമ്പോൾ ആ അറിവ് നമ്മളിൽ പ്രബലമാകുമ്പോൾ നമ്മളും അവരെ പോലെയൊക്കെ ജീവിക്കാൻ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ലോകം മറ്റൊരാളെ അനുകരിച്ച് അനുവർത്തിച്ച് ജീവിച്ച് അനുഭവത്തിലൂടെ മനസ്സിലാക്കും. കുറെ കഴിയുമ്പോൾ, പെട്ടെന്ന് മനസ്സിലാവില്ല,
മറ്റൊരാളെ അനുകരിച്ചതുകൊണ്ട് മാത്രം ജീവിതം സന്തോഷമാക്കി തീർക്കാൻ സാധ്യമല്ല എന്നുള്ളത്. ജീവിതത്തിൽ പണം മാത്രം പോരാ, സൗകര്യം മാത്രം പോരാ, അതുപോലെ അറിവ് മാത്രം പോരാ, കുറെ ബുദ്ധി സാമർഥ്യം മാത്രം പോരാ, ഒരു ജോലി മാത്രം പോരാ, ഒരു ഭാര്യ മാത്രം പോരാ, മക്കൾ മാത്രം പോരാ, സ്നേഹം മാത്രം പോരാ. ഇങ്ങനെയൊക്കെ പലതും നമ്മുടെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു നോക്കുമ്പോൾ നമുക്ക് കാണാം എന്തോ ഒരു കുറവ് എപ്പോഴും നമ്മളെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന പുറകിൽ ഇങ്ങനെ വരുന്നുണ്ട്. ഇനിയും എന്തൊക്കെയോ നമുക്ക് കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്, ഇനിയും എന്തൊക്കെയോ നമ്മളിൽ ഇല്ലായ്മകളുണ്ട്. ഇത് നമുക്ക് തോന്നിയിട്ടില്ല? ഈ ജീവിതത്തിൽ ഇല്ലാത്തവരായിട്ട് ഈ ലോകത്തിൽ ഇന്നേ വരെ ആരും ഉണ്ടായിട്ടില്ല. എന്തോ ഒരു കുറവ് എനിക്കിപ്പോഴും ഉണ്ട്, എന്തോ എവിടെയോ നികത്താനുണ്ട്, എന്തിന്റെ ഒരു അഭാവം എന്നിലുണ്ട്. ഇതിങ്ങനെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ അതിൻ്റെയൊക്കെ അന്വേഷണത്തിലായിരിക്കാം ഒരു പക്ഷേ ഭഗവാനിലേക്ക് തിരിയുന്നതും എന്തോ അനുഭവിക്കാൻ ബാക്കിയുണ്ട് എന്നിങ്ങനെയുള്ള ചിന്തകൾ നമ്മളെ മതിക്കുന്നുണ്ട്. പ്രിയാണ്, ഏതായാലും ഇവിടെയാണ് ഭാഗവതം നമുക്ക് ഒരു ഉൾക്കാഴ്ച തരുന്നത്. ഏതൊരു അറിവിൽ ജീവിച്ചാലാണ്, ഏതൊരു സ്മരണയിൽ കഴിഞ്ഞാലാണ് ജീവിതത്തെ ആസ്വദിക്കാൻ സാധിക്കുക. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ മനസ്സിലാക്കുമ്പോൾ ജീവിതത്തെ പൂർണ്ണമായി മനസ്സിലാക്കി എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. നമ്മളെപ്പോഴും ജീവിതത്തിന്റെ ഒരു വശം മാത്രം കണ്ടുകൊണ്ട് ജീവിക്കുന്നവരാണ്. ഒരിക്കൽ ഒരു കഥ കേട്ടിട്ടുണ്ട്. കിണറ്റിൽ താമസിക്കുന്ന ഒരു തവളയെ കാണാൻ ആ തവളയുടെ ഒരു സുഹൃത്ത് കടലിൽ നിന്ന് വരികയാണ്. അപ്പൊ സുഹൃത്ത് കിണറ്റിലാ താമസം, മറ്റേ സുഹൃത്ത് കടലിലാ താമസം. അപ്പൊ കടലിലുള്ള തവളയാണ് കിണറ്റിലുള്ള സുഹൃത്തിനെ കാണാൻ വരുന്നത്. ചാടി 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 എത്തി. അപ്പൊ കിണറ്റിലുള്ള തവളയെ ഓർമ്മിപ്പിച്ചു, ഞാൻ നിന്റെ പഴയ സുഹൃത്താണ്, നിനക്ക് ഓർമ്മയില്ലേ എന്നെ? അധികം ഇങ്ങനെ ആലോചിച്ചു, കണ്ണൊക്കെ മേലോട്ട് മിഴിച്ചിങ്ങനെ നോക്കി, ഇവനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഏത് ലോകത്തിലാണെന്നറിയില്ല. ഏതായാലും പേരും നാളും നക്ഷത്രമൊക്കെ പറഞ്ഞപ്പോ അച്ഛന്റെ അമ്മയുടെയൊക്കെ പേര് പറഞ്ഞപ്പോ അവർക്കുണ്ടല്ലോ ഒരു ബന്ധങ്ങളൊക്കെ, അതൊക്കെ ഓർമ്മിപ്പിച്ചപ്പോ ഓ ശരി, നീ നമ്മുടെ സുഹൃത്ത് തന്നെയാണ്. അപ്പൊ ഇപ്പൊ നീ എവിടെയാണെന്ന്? ഇപ്പോ ഞാൻ കടലിലാണ് താമസം. കടലെന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? എന്റെ കിണർ പോലെ ഉണ്ടാവുമോ എന്ന് ഈ കിണറ്റിൽ തവള ചോദിക്കുകയാണ്. കിണറെന്ന് പറഞ്ഞാൽ എന്റെ കടലെന്ന് പറഞ്ഞാൽ എന്റെ കിണർ പോലെ ഇരിക്കുമോ? ഇവനൊരു ആട്ടു വെച്ചപ്പാ, നിന്റെ കിണർ എവിടെ കിടക്കണോ, ഞങ്ങളെ കടൽ എവിടെ കിടക്കണോ, ഇതെവിടെ അതെവിടെ? അവിടെ പറഞ്ഞു, ദേ നീ എന്നെ കളിയാക്കരുത്, എന്റെ കിണറിനേക്കാളും വലിയൊരു ലോകമൊന്നും ഈ ലോകത്തിൽ എവിടെയില്ല. നിന്റെ കടലൊരു പക്ഷെ എന്റെ ഈ വിരലിന് എത്രയും വലിപ്പമുണ്ടോ, അത്രയല്ലേ ഉള്ളൂ എന്ന്. ഇവൻ ഈ തവള, കിണറ്റിലെ തവള തന്റെ വിരലൊക്കെ ഒന്ന് നിവർത്തി കാണിച്ചു കൊടുത്തു, ഇത്രയല്ലേ ഉള്ളൂ. കടലിലെ തവള ചിരിച്ചിട്ട് പറഞ്ഞു, നീ എന്ത് തോന്നിവാസ പറയുന്നത്? കടലിനെ കുറിച്ച് നിനക്ക് വല്ലതും അറിയൂ? നിന്റെ ഈ വിരലെവിടെ കിടക്കണോ, ആ കടലിനെ കുറിച്ച് നിനക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല സുഹൃത്തെ. അത്രയും 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 വ്യാപ്തിയാണ്, അത്രയും ആഴമുണ്ട് അതിന്. പറഞ്ഞു, ഡേയ് നീ എന്നെ ചൂടാക്കരുത്, ദേഷ്യം പിടിപ്പിക്കരുത്, എന്റെ കിണറിനേക്കാളും വലിയ ലോകമൊന്നുമില്ല. ഒരു പക്ഷേ എന്റെ കിണർ ഇത്ര ഉണ്ടാവുന്ന, കൈ മുഴുവൻ നിവർത്തി, ഇതിനേക്കാളും അധികമൊന്നും എന്റെ കിണറുണ്ടാവില്ല. ഇത് കേട്ടപ്പോ കടലിന്റെ തവള പറഞ്ഞു, എന്നോട് എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്കറിയില്ല. ആ കടലിന്റെ വ്യാപ്തിയൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ ഇന്നേ വരെ ലോകത്തിൽ ഒരാൾക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എവിടെയോ നിനക്കൊരു അപകടം പറ്റിയിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോ കിണറ്റിലെ തവളയ്ക്ക് ഒന്നുകൂടി ചൂടായി. അവനൊരു ചാട്ടം ചാടി. എന്നിട്ട് ആ ഡിസ്റ്റൻസ് കാണിച്ചു കൊടുത്തിട്ടുള്ളൂ, ഇത്രയ്ക്ക് എന്റെ കടലുണ്ടാവില്ല, അതിലപ്പുറം ഒന്നുകൊണ്ട് ഇനി അവകാശപ്പെടരുത്. ഇവിടെ തന്നെ കടലിലെ തവള പറഞ്ഞു, എന്നോട് എങ്ങനെയാ പറയാന്ന് എനിക്ക് അറിയില്ല, ഞാനൊന്നും പറയില്ല. അതും കൂടി കേട്ടപ്പോ ഭയങ്കര ചൂടായി കിണറ്റിലെ തവളയ്ക്ക്. താൻ ഇരിക്കുന്ന ഒരു ഭാഗത്തെ കരയിൽ നിന്ന് മറുഭാഗത്തെ കരയിലേക്ക് ചാടിക്കൊണ്ട് പറഞ്ഞു, ഇനിതേ ലാസ്റ്റായിട്ട് ഞാൻ പറയാം, ഇതിനപ്പുറം ഒന്നും എന്റെ കടലില്ല എന്ന്. ഇത് പറഞ്ഞപ്പോ കടലിലെ തവള പറഞ്ഞു, നമ്മൾ വെറുതെ തർക്കിക്കണ്ട, നീ ഒന്ന് എന്റെ കൂടെ വാ, എന്ന് കടലൊന്ന് കണ്ടിട്ട് എന്നിട്ട് നീ പറ അത് എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത്. അവസാനം കടലിലെ തവളയുടെ നിർബന്ധത്തിന് വഴക്കി കിണറ്റിലെ തവള അവിടുന്ന് ചാടാൻ തുടങ്ങി. രണ്ടുപേരും ചാടി 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 കടലിലെത്തി. കടലിലെ തീരത്തെത്തി രണ്ടുപേരും എത്തിയ സമയത്ത് കടലിലെ തവള കിണറ്റിലെ തവളയോട് ചോദിക്കുകയാണ്, ഇനി നീ ഒന്ന് പറയൂ, എന്താണ് ഈ കടല്, എങ്ങനെയാണ് ഈ കടല്, എത്രയാണ് അതിലെ വെള്ളം? ഇത് കേട്ടപ്പോ കിണറ്റിലെ തവള ഒന്നും പറയാതെ കണ്ണടച്ചു. കിണറ്റിലെ തവളയ്ക്ക് കിണറ്റിലിരിക്കുന്നിടത്തോളം കാലം
കടലിന്റെ മഹത്വം മനസ്സിലാക്കാൻ സാധ്യമല്ല. ഇതുപോലെയാണ് നമ്മുടെ ജീവിതം. നാം നമ്മുടേതായൊരു കിണറ്റിൽ ഇറങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ജീവിതത്തിന്റെ മഹത്വം നമുക്കാർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്തത്. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു വേലിക്കെട്ടിനുള്ളിൽ, മതിൽക്കെട്ടിനുള്ളിലിരുന്നു കൊണ്ട് ജീവിതത്തെ നോക്കുന്നത് കൊണ്ടാണ് ജീവിതത്തിന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഭാരങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മളെ വല്ലാതെ വേട്ടയാടുന്നത്. ജീവിതത്തിന് എപ്പോഴും രണ്ട് ഭാഗങ്ങളുണ്ട്. ഇത് പ്രകൃതിയുടെ അനിഷേധ്യമായ നിയമമാണ്. ഇപ്പോ പകലാണെങ്കിൽ ഇപ്പോ അവ്യക്തമായ ഒരു രാത്രിയുണ്ട്. രാത്രി ഇപ്പോ നമുക്ക് കാണാൻ സാധ്യമല്ല, ഇരുട്ടിന്. അത് അവ്യക്തമാണ്. പക്ഷെ ഇല്ല എന്ന് നിഷേധിക്കാൻ സാധ്യവുമല്ല. ഇപ്പോൾ തന്നെ ഈ പ്രകാശത്തിൽ തന്നെ ഒരു ഇരുട്ടുണ്ട്, അതിനെ കാണാൻ സാധ്യമല്ല. ഇത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. സുഖത്തിന്റെ പിന്നിലെല്ലാം അവ്യക്തമായി ഒരു ദുഃഖം ഒളിഞ്ഞിരിപ്പുണ്ട്. കാമത്തിന്റെ പിന്നിലെല്ലാം അവ്യക്തമായി ഒരു ഭയം ഒളിഞ്ഞിരിപ്പുണ്ട്. ഏത് അനുഭവങ്ങൾ നിങ്ങൾ എടുത്തു നോക്കൂ, എല്ലാ അനുഭവത്തിലും രണ്ട് അനുഭവങ്ങൾ ഉണ്ടായി പറ്റുള്ളൂ. പക്ഷേ ഒന്ന് പ്രകടമായിരിക്കും, മറ്റൊന്ന് അപ്രകടമായിരിക്കും, അവ്യക്തമായിരിക്കും. ഇതുപോലെ ഒരു ആൺകുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുട്ടിയിൽ ഒരു അച്ഛനുണ്ട് എന്നത് അവ്യക്തമാണ്. ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയിൽ ഒരു അമ്മയുണ്ടെന്നത് അവ്യക്തമാണ്. അപ്പോ ഇപ്പോ ഒരു സത്യം വ്യക്തമാവും, മറ്റൊന്ന് അവ്യക്തമാവും. ഒരുപക്ഷെ ഞാനും നിങ്ങളും ഇത് രണ്ടും മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കാം ജീവിതത്തെ നമുക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കാത്തത്. നമ്മളെപ്പോഴും ജീവിതത്തിന്റെ ഒരു മുഖം മാത്രം നോക്കി മനസ്സിലാക്കി ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് അനുഭവങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യമുണ്ടാവാറില്ല. ജനനം എന്നൊരു അനുഭവമുണ്ടെങ്കിൽ അതിൽ തന്നെ അവ്യക്തമായി മരണമെന്നൊരു അനുഭവം ഉണ്ടായേ പറ്റുള്ളൂ. അപ്പൊ ജനനത്തെ നമുക്ക് സ്വീകരിക്കാമെങ്കിൽ മരണത്തെയും നമുക്ക് സ്വീകരിച്ചേ പറ്റുള്ളൂ. മാറി നിൽക്കാൻ സാധ്യമല്ല. അതുപോലെ ആരോഗ്യമുണ്ടോ അവിടെ രോഗവുമുണ്ട്. അത് അവ്യക്തമാണ്, അത് ഉൾക്കൊണ്ടേ പറ്റുള്ളൂ പറയാണ്. പക്ഷെ ആരോഗ്യമുള്ള ഒരു ശരീരത്തെ മാത്രം സ്വീകരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് ഒരു ദിവസം ഡോക്ടർ പറയണം നിങ്ങൾക്ക് ക്യാൻസർ ആണെന്ന് പറയുമ്പോൾ അയാൾക്ക് അതിനെ താങ്ങാൻ പറ്റില്ല. അയാൾ അതോടുകൂടി തളർന്ന അവസരമായിത്തീരുന്നു. കാരണം അയാളുടെ ജീവിതത്തിൽ ഒരു ഭാഗം മാത്രമേ അയാൾ സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ളൂ പ്രിയാണ്. ജീവിതത്തെ ആർക്കാണ് ആസ്വദിക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ രണ്ട് മുഖങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ആരാണോ ജീവിതത്തെ മനസ്സിലാക്കി ജീവിക്കുന്നത്, ആ അറിവിൽ ജീവിക്കാൻ ശ്രമിക്കുന്നത്, അവർക്ക് ജീവിതം ബാലൻസ് ചെയ്യാൻ സാധിക്കും. ശരിയല്ലേ? അതാണ് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്തത്. സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭോ ജയാജയോ തതോ യുദ്ധ്വായ യുജ്യസ്വ ന ഏവം പാപം അവാപ്സ്യസി. അപ്പോ 7 ദിവസം കൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ രണ്ട് മുഖങ്ങളെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെങ്ങനെ ബാലൻസ് ചെയ്യാൻ സാധിക്കും. എനിക്ക് മരണം വരെ എനിക്ക് ഇതിലൂടെ എങ്ങനെ കടന്നു പോവാൻ സാധിക്കും, തളരാതെ പതറാതെ കടന്നു പോവാൻ സാധിക്കും. ഇതിനുള്ളൊരു അഭ്യാസമാണ് ശ്രീമൽ ഭാഗവതത്തിലൂടെ നമ്മൾ കൈവരിക്കാൻ പോകുന്നത്. ഇതാർക്ക് കൈവരിക്കാൻ സാധിച്ചോ അവരൊക്കെ ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമ്മൾ കൈവരിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആശ്രയമാണ്. ആശ്രയം എന്ന് പറഞ്ഞാൽ ഏതൊരു അറിവിനെ ആശ്രയിച്ചാലാണോ, ഏതൊരു സത്യത്തെ ആശ്രയിച്ചാലാണോ ജീവിതത്തിന്റെ രണ്ട് മുഖങ്ങളെ നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ബാലൻസ് ചെയ്യാൻ സാധിക്കുക, അങ്ങനെ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ സാധിക്കുക, അത് 7 ദിവസത്തിലൂടെ നമ്മൾ കൈവരിച്ചിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ശരി, പറഞ്ഞു ജീവിതത്തിന് രണ്ട് മുഖമുണ്ട് എന്ന്. അതുകൊണ്ട് ഭാഗവതം നമുക്ക് തരുന്ന സന്ദേശം ആദ്യത്തെ ശ്ലോകത്തിലൂടെ തന്നെ വ്യാസമഹർഷി പറയുകയാണ്. ജന്മാദ്യസ്യേദ്വയാതിതരത ച അർത്വേഷ വിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തി യത്സൂരയ തേജോ വാരിമതാമിധാ വിനിമയോ യത്ര ത്രിസർഗോ മഷാഃ ധാംനാ സ്വേന സദാ നിഹസ്തഗുഹം സത്യം
സത്യം പരം ധീമഹി. ആദ്യമായിട്ട് ഭാഗവത സപ്താഹം കേൾക്കുന്നവർ എത്ര പേരുണ്ട്? കൈവക്കൂ. കൂടുതൽ ആളുകളും ആദ്യമായിട്ട് കേൾക്കുന്നവരല്ല. ആദ്യമായിട്ട് കേൾക്കുന്നവരാകുമ്പോൾ അവർക്കൊട്ടും അറിയില്ലല്ലോ ഭാഗവതത്തെക്കുറിച്ച്. അപ്പം നമുക്ക് കുറേം കൂടി പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. ഭാരതീയ സംസ്കാരം അതിൻ്റെ അടിത്തട്ട് എന്ന് പറയുന്നത് വേദങ്ങളാണ്. ഇത് നമ്മൾ അടിസ്ഥാനമായിട്ട് ഹിന്ദുക്കൾ എന്ന് പറയുന്ന ജന്തുക്കൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ്. അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഹിന്ദുക്കളായ നമുക്ക് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചൊന്നും അറിയില്ല. എല്ലാം അറിയുമെന്ന് നടിച്ച് ജീവിക്കുന്നവരാണ് ഭൂരിപക്ഷം ജന്തുക്കളായ നമ്മൾ. എങ്ങനെയോ ഹിന്ദു നമ്മളെ വിളിക്കേണ്ട ജന്തു എന്ന് തന്നെയാണ്. പലപ്പോഴും നമ്മളിതൊന്നും മനസ്സിലാക്കിയിട്ടല്ല ജീവിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കൂ ഈ ചോദ്യം, എളുപ്പം നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഒരു ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അവരുടെ പ്രമാണ ഗ്രന്ഥം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ? ബൈബിള്. ഒരു തർക്കവുമില്ല നമുക്ക് എത്ര വേഗം ഉത്തരം കിട്ടി എന്നുള്ളത്. മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവരുടെ പ്രമാണ ഗ്രന്ഥം ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ? ഖുർആൻ. സംശയമില്ലാത്ത കാര്യമാണ്. നോക്കൂ, നമ്മൾ ക്രിസ്ത്യാനിയല്ല, നമ്മൾ മുസ്ലിമും അല്ല, എന്നിട്ട് നമുക്ക് ഉത്തരം അറിയാം. ഒരു ഹിന്ദുവായ നമ്മളോട് ചോദിക്കുകയാണ്, ഹിന്ദുക്കളുടെ പ്രമാണ ഗ്രന്ഥം ഏതാണ്? അതേ സ്പിരിറ്റിൽ ഉത്തരം പറയാൻ പറ്റുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ജന്തു എന്ന് വിളിച്ചത്. മനസ്സിലാവുണ്ടല്ലോ ആ വിളിയുടെ പിന്നിലുള്ള കാര്യം എന്ന് പറയുന്നത്. നമുക്ക് ഒരു ക്രിസ്ത്യാനിയുടെ കാര്യത്തെക്കുറിച്ച് ക്രിസ്ത്യാൻ അല്ലാത്ത നമുക്കറിയാം. ഒരു മുസ്ലിമിന്റെ കാര്യത്തെക്കുറിച്ച് മുസ്ലിം അല്ലാത്ത നമുക്കറിയാം. ഒരു ഹിന്ദുവായിട്ട് പോലും, ഞാൻ ഹിന്ദു എന്ന് വിളിക്കുന്നത് ഒരു ഇന്നത്തെ ഹിന്ദു സ്പിരിറ്റിലല്ല, ഭാരതീയ സംസ്കാരത്തിൽ ജനിച്ചു വീണവൻ എന്നർത്ഥത്തിൽ, ഈ ഭാരത മണ്ണിൽ ജനിച്ചു വീണവൻ എന്നർത്ഥത്തിൽ പറയുകയാണ്. ഇന്ന് ഹിന്ദു എന്നുള്ള പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സ്പിരിറ്റിലാണ് ആളുകൾ മനസ്സിലാക്കുക. അതൊരു രാഷ്ട്രീയത്തിന്റെയോ അല്ലെങ്കിൽ ഒരു സംഘടനയുടെയൊക്കെ പ്രതിനിധിയായിട്ടാണ് മനസ്സിലാക്കുക. ആ അർത്ഥത്തിലല്ല പറയുന്നത്. ഈ സംസ്കാരത്തിൽ ജനിച്ചു വീണ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കാത്തതുകൊണ്ട് ജനറലായിട്ട് അതിനെക്കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. ഭാരതീയരുടെ പ്രമാണം എന്ന് പറയുന്നത് വേദങ്ങളാണ്. അതേത് കാലം ഉരുത്തിരിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ, ബൈബിൾ ഉണ്ടാവുന്നതിനും അതുപോലെ ഖുർആൻ ഉണ്ടാവുന്നതിനും എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഋഷീശ്വരന്മാര് അവരുടെ അന്വേഷണ അനുഭവ അറിവിൽ നിന്നും കണ്ടെത്തി അവർ പറഞ്ഞു വെച്ച മന്ത്രസംഹിതകളെയാണ് വേദം എന്ന് പറയുക. വേദം എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണ് അർത്ഥം. മനുഷ്യന്റെ ജീവിതത്തെ ഏതറിവിലൂടെ നയിച്ചാലാണ് അവന്റെ ജീവിതം ധന്യമാക്കാൻ സാധിക്കുക എന്ന് കണ്ടെത്തി, പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തി അത് പ്രകടിപ്പിച്ചു വച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളാണ് വേദങ്ങൾ. ഭാരതത്തില് 4 വേദസംഹിതകളാണുള്ളത്. ഇതിനെ പറയും ഏറ്റവും പ്രാചീനമായിട്ടുള്ള വേദമായ ഋഗ്വേദം, പിന്നീട് യജുർവേദം, അതിനുശേഷം സാമവേദം, അതിനുശേഷം അഥർവവേദം. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പൊ ഈ വേദസംഹിതകളൊക്കെ ഇങ്ങനെ വേദസംഹിതകളായി വേർതിരിച്ചത് കൃഷ്ണദ്വൈപായനൻ എന്ന് പറയുന്ന വേദവ്യാസ മഹർഷിയാണ്. അതുവരെ വെറും വേദം എന്ന പേരിലാണ് അതൊക്കെ അറിയപ്പെട്ടിരുന്നത്. ഏതുപോലെ ഒരേ സയൻസ് തന്നെ പിന്നീട് പഠനാർത്ഥം, സൗകര്യാർത്ഥം ബയോളജി ആയിട്ടും കെമിസ്ട്രി ആയിട്ടും ഫിസിക്സ് ആയിട്ടും തുടങ്ങിയിട്ടുള്ള വിഭജനങ്ങൾ ചെയ്തതുപോലെ ഈ വേദസംഹിതയെ പഠന സൗകര്യാർത്ഥം 4ആയിട്ട് വേർതിരിച്ചു. പിന്നെ ശങ്കരാചാര്യ സ്വാമികൾ വന്നപ്പോഴേക്കും ഈ വേദസംഹിതകൾ കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനും വിപുലീകരിക്കുന്നതിനും ആളുകളിൽ എത്തിക്കുന്നതിനും വേണ്ടിയിട്ട് അതേ 4 മഠങ്ങളെ ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. കേരളം, തമിഴ്നാട്, കർണാടക, അതുപോലെ ആന്ധ്ര തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ യജുർവേദത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അദ്ദേഹം ശങ്കരാചാര്യ സ്വാമികൾ, നമ്മുടെ ഈ കേരള മണ്ണിൽ ജനിച്ചു വീണ ശങ്കരാചാര്യ സ്വാമികൾ ശൃംഗേരി മഠം എന്നൊരു മഠം സ്ഥാപിച്ചു. ഇന്നിപ്പോ അതിന്റെ സ്വഭാവവും അതിന്റെ പ്രവൃത്തിയൊക്കെ എത്രയോ വ്യത്യസ്തമാണ്. ഏതൊരു കാര്യത്തിനാണോ ശങ്കരാചാര്യ സ്വാമികൾ അത് പ്രതിഷ്ഠിച്ചത് അത് നടപ്പിലാക്കാൻ സാധിച്ചില്ല, അത് പോട്ടെ. രണ്ടാമത് ഋഗ്വേദത്തെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഭാരതത്തിന്റെ മധ്യഭാഗത്ത് മറ്റൊരു മഠം സ്ഥാപിച്ചു. പിന്നെ അഥർവവേദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കാശ്മീരിൽ മറ്റൊരു മഠത്തെ സ്ഥാപിച്ചു. വീണ്ടും സാമവേദത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നോർത്ത് ഈസ്റ്റിൽ അദ്ദേഹം മറ്റൊരു മഠത്തെ സ്ഥാപിച്ചു. ഇങ്ങനെ 4 മഠങ്ങളിലൂടെ
4 വേദസംഹിതകളെ അദ്ദേഹം പ്രചരിപ്പിക്കാൻ വേണ്ടി സംവിധാനങ്ങളെ ശങ്കരാചാര്യസ്വാമികൾ ചെയ്തു വെച്ചു. പക്ഷെ ശങ്കരാചാര്യസ്വാമികൾക്ക് മുമ്പ് തന്നെ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആ കാലഘട്ടത്തിൽ തന്നെ അതിസൂക്ഷ്മമായ കാര്യമായതുകൊണ്ട്, സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതായതുകൊണ്ട് നമ്മുടെ പൂർവികന്മാർക്ക് മനസ്സിലായി ഇതൊന്നുകൂടി ലളിതമാക്കി മാറ്റണമെന്ന്. അങ്ങനെ ലളിതമായി വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കഥകളിലൂടെ, ചരിത്ര സംഭവങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി കണ്ടെത്തിയ 2 ഇതിഹാസങ്ങളാണ്. ആദ്യത്തെ ഇതിഹാസമായ രാമായണവും രണ്ടാമത്തെ ഇതിഹാസമായ മഹാഭാരതവും. വാൽമീകി മഹർഷിയാൽ വിരചിതമായ 24,000 ശ്ലോകങ്ങളുള്ള വാൽമീകി രാമായണമാണ് ആദ്യത്തെ പ്രാചീനമായ ഇതിഹാസം. അത് വേദങ്ങൾക്ക് ശേഷം വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ലളിതമാക്കി മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഇതിഹാസങ്ങളും വേദങ്ങളും വേറെയല്ല, ഒരേ കാര്യം തന്നെ മറ്റൊരു തരത്തിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. വീണ്ടും വേദവ്യാസ ഋഷി മഹാഭാരതം എന്നൊരു യുദ്ധത്തെ അടിസ്ഥാനമാക്കി വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ലളിതമായി ഇതിഹാസങ്ങളുടെ രൂപത്തിൽ ഓരോ മനുഷ്യ മനസ്സിലുമുള്ള നന്മകളും തിന്മകളും കാണിച്ചു തന്ന് എങ്ങനെ ജീവിച്ചാലാണ് മനുഷ്യൻ നന്മയിലേക്ക് ഉയർന്ന് ലോകത്തിന് പോലും നന്മ വിതറുന്നവനായി തീരുന്നത് എന്ന് മഹാഭാരതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. അതിനുശേഷം വേദവ്യാസ ഋഷി നോക്കിയപ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും മനുഷ്യൻ ജനിച്ചത് തന്നെ കാമത്തിലൂടെയാണ്. അവന്റെ കാമാസക്തി ദൃഢമായതുകൊണ്ട് എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും അവൻ വീണ്ടും വീണ്ടും കാമത്തിലേക്ക് മനസ്സിനെ വലിച്ചഴയ്ക്കും. അമ്പലത്തിൽ പോയാലും ഈശ്വരനെ അല്ല അവൻ സ്നേഹിക്കുന്നത്, തനിക്ക് വേണ്ടതൊക്കെ നേടിയെടുക്കാനുള്ള ഒരു സ്ഥലമായിട്ട് ക്ഷേത്രങ്ങളെ അവൻ കാണും. കാമങ്ങളിലേക്ക് മനസ്സ് പോകുന്നത് കണ്ട് ഋഷീശ്വരനായ വേദവ്യാസ ഋഷി നമ്മുടെ മനസ്സിനെ വീണ്ടും ഈശ്വരീയ തലങ്ങളിലേക്ക് ഉയർത്താൻ വേണ്ടി 17 പുരാണങ്ങൾ രചിച്ചു എന്നാണ്. ലക്ഷക്കണക്കിന് ശ്ലോകങ്ങൾ എഴുതിക്കൊണ്ട് അദ്ദേഹം എഴുതിയ പുരാണങ്ങൾ 17 പുരാണങ്ങളാണ്. ഇതിനെ പുരാണങ്ങൾ എന്ന് വിളിക്കും. പുരാണങ്ങൾ എന്ന് പറഞ്ഞാൽ കഥകളിലൂടെ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നതിനെയാണ് പുരാണങ്ങൾ എന്ന് വിളിക്കുക. കഥയെ ആസ്പദമാക്കിയിട്ട് തത്വം പറയുന്നൊരു രീതി. അങ്ങനെ 17 പുരാണങ്ങൾ രചിച്ചിട്ടും വ്യാസമഹർഷി പുരാണങ്ങളുടെ മൊത്തം സംഖ്യ എടുത്തു കഴിഞ്ഞാൽ, ശ്ലോക സംഖ്യ എടുത്തു കഴിഞ്ഞാൽ 40 ലക്ഷത്തോളം അത്രയും ശ്ലോകങ്ങൾ വരുന്ന പറഞ്ഞിരിക്കുന്നത്. ഇത് കുറേയൊക്കെ നഷ്ടപ്പെട്ടത് കാരണം ബ്രിട്ടീഷുകാരും മറ്റൊക്കെ വന്നതിന് ശേഷം കുറേയൊക്കെ ശ്ലോക സംഹിതകളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏതായാലും 17 പുരാണങ്ങൾ രചിച്ചിട്ടും വ്യാസമഹർഷിക്ക് തോന്നുകയാണ്, അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് വിളിച്ചു പറയാണ്, ഇപ്പോഴും ഭാരതീയ ജനതയെ, ഈ ലോക ജനതയെ ഉയർത്താൻ, അവരുടെ മനസ്സിനെ ഈശ്വരീയമായ തലങ്ങളിലേക്ക് ഉയർത്താൻ എന്തോ ഒന്നുകൂടി ചെയ്യാൻ എനിക്ക് ബാക്കിയുണ്ടെന്ന്. എന്താ ചെയ്യാൻ എന്ന് മനസ്സിലാവുന്നില്ല അദ്ദേഹത്തിന്. വേദങ്ങൾ എഴുതി അദ്ദേഹം വേദങ്ങളെ രചിച്ചു വെച്ചു, മഹാഭാരതം രചിച്ചു, ആ മഹാഭാരതത്തിലൂടെ അത്യുജ്വലമായിരിക്കുന്ന ഭഗവത്ഗീതയെ രചിച്ചു, പിന്നീട് 17 പുരാണങ്ങൾ രചിച്ചു. ഇതൊക്കെ രചിച്ചിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിന് സംതൃപ്തി വന്നില്ല എന്നാണ്. എന്തോ ഞാൻ ചെയ്യാൻ ബാക്കിയുണ്ടെന്ന്. അങ്ങനെ വ്യസനനായിട്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ മുന്നിൽ അതാ പരമഗുരുവിന്റെയും ഗുരുവായിരിക്കുന്ന നാരദ മഹർഷി കടന്നു വരികയാണ്. അങ്ങനെ നാരദ മഹർഷി വേദവ്യാസ ഋഷിയോട് പറയാണ്, അങ്ങ് ഒരു കാര്യം രചിക്കാൻ മറന്നുപോയി. എളുപ്പം മനുഷ്യ മനസ്സിന് കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ മനസ്സിനെ ഉയർത്താൻ പറ്റുന്ന അതിലളിതമായൊരു മാർഗമാണ് ഭാഗവതത്തിന്റെ മാർഗം. അതുകൊണ്ട് അങ്ങ് ഭാഗവതം രചിക്കൂ എന്ന് പറഞ്ഞ് പ്രചോദനം കൊടുക്കുകയാണ്. അങ്ങനെ നാരദ മഹർഷിയിൽ നിന്ന് കിട്ടിയ പ്രചോദനത്തിലൂടെ വ്യാസമഹർഷി എഴുതിവെച്ച അദ്ദേഹത്തിന്റെ അവസാനത്തെ കൃതിയാണ് ശ്രീമൽ ഭാഗവത പുരാണം. അതുകൊണ്ട് തന്നെ ശ്രീമൽ ഭാഗവതത്തെ ശ്രീമൽ ഭാഗവതം പുരാണതിലകം യത് വൈഷ്ണവാനാം ധനം, പുരാണങ്ങളിൽ വെച്ച് തിലകമായി അറിയപ്പെടുന്നു. പിന്നീട് ഇന്നലെ ഞാൻ പറഞ്ഞു, ഭഗവാൻ ശ്രീകൃഷ്ണൻ ശരീരം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് സ്വന്തം തേജസ്സിനെ പകർന്നു കൊടുത്തതാണ് ഭാഗവതത്തിലേക്ക്. അതുകൊണ്ട് ഈ ഭാഗവതം എന്നും
ഭഗവത് തേജസ്സാർന്ന് ലോകം മുഴുവൻ ആളുകൾക്ക് ചൈതന്യവും അതുപോലെ തന്നെ ആളുകൾക്ക് ശാന്തിയും സമാധാനവും കൊടുക്കുമെന്നതിൽ സംശയമില്ല. ഇതാണ് ഭാഗവതത്തിന്റെ ജനറൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ. ഈ ഭാഗവതത്തിൽ 18,000 ഗ്രന്ഥങ്ങൾ, ശ്ലോകങ്ങൾ, 18,000 ശ്ലോകങ്ങളില്ല, 18,000 ഗ്രന്ഥങ്ങൾ എന്നാണ്. ഒരുപക്ഷെ ശ്ലോകങ്ങൾ തന്നെ ഉണ്ടായിരിക്കാം, കുറേയൊക്കെ നഷ്ടപ്പെട്ടതായിരിക്കാം. കാലത്തിന്റെ യാത്രയിൽ പലതും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉപനിഷത്തുക്കളിൽ പലതും കണ്ടെത്തിയത് തന്നെ അമേരിക്കയിലുള്ള പല ലൈബ്രറികളിലാണ്. അപ്പൊ ആലോചിച്ച് നോക്കൂ, നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളും ഇവിടുന്ന് കടത്തിയിട്ടുണ്ട്. വിവേകാനന്ദ സ്വാമികൾ പറയുന്നത് റോമിൽ പോപ്പിന്റെ ലൈബ്രറിയിൽ, ഇപ്പോ ഒരു പോപ്പ് എന്ന് വിളിക്കുന്ന ആ അദ്ദേഹത്തിന്റെ ലൈബ്രറിയിൽ എത്രയോ നമ്മുടെ ഭാരതീയ സംസ്കാര ഗ്രന്ഥങ്ങളുണ്ടത്രേ. അതെന്തിന് വേണ്ടിയിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ അതൊന്നും ഭാരതീയർ പഠിക്കരുത്, പഠിച്ചു കഴിഞ്ഞാൽ അവർ നേരെയാവുന്നു. ആ ഒരു നമ്മളൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് എന്തൊക്കെ ക്രിസ്ത്യാനികൾ പറഞ്ഞാലും എന്തെല്ലാം സേവനങ്ങൾ ചെയ്താലും ഈ ഭാരതീയ സംസ്കാരത്തെ നശിപ്പിക്കാൻ വേണ്ടി കരുതിക്കൂട്ടി കുറെ കാര്യങ്ങൾ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നൊന്നും സംശയമില്ല, തർക്കമില്ലാത്ത കാര്യമാണ്. പോട്ടെ, നമുക്കതല്ലല്ലോ വിഷയം. അപ്പോ ഭാഗവതത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഈ ഭാഗവതത്തിൽ 18,000 ശ്ലോകങ്ങൾ ഉണ്ടെന്ന് വെക്കുക. 335 അധ്യായങ്ങളിലൂടെ 12 സ്കന്ധങ്ങളായിട്ട് ഭാഗവതത്തെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു വേദവ്യാസ ഋഷി. 12 സ്കന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷത്തിലെ 12 പ്രധാന കൊമ്പുകൾ എന്നർത്ഥെടുക്കുക. അതിലുള്ള ചെറിയ ചെറിയ കൊമ്പുകളാണ്, ശാഖകളാണ് അധ്യായങ്ങൾ എന്നെടുക്കുക. അതിലുള്ള ഇലകളാണ് ശ്ലോകങ്ങൾ എന്നർത്ഥെടുക്കുക. ഇങ്ങനെ ഒരു വലിയ വൃക്ഷം, ഇതാണ് ഭാഗവതം. അങ്ങനെയുള്ള ഈ ഭാഗവതത്തില് 12 സ്കന്ധങ്ങളും 335 അധ്യായങ്ങളും 18,000 ശ്ലോകങ്ങളുള്ള ഭാഗവതത്തില് അതിന്റെ അവതരണവും നമ്മുടെ പൂർവികന്മാരുടെ ഒരു മഹത്വമാർന്ന ഒരു സമ്പ്രദായ പ്രകാരം തന്നെയാണ്. അതെന്താണ് അതിന്റെ സമ്പ്രദായം? നമ്മുടെ പൂർവികന്മാര് ഒരു കാര്യം ആരംഭിക്കുമ്പോൾ തന്നെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിരിക്കും. അതേ കാര്യം തന്നെ അവസാനത്തെ ശ്ലോകത്തിലും ഓർമ്മിപ്പിക്കും. അതിന്റെ വിശദീകരണമാണ്, വിപുലീകരണമാണ് ബാക്കിയുള്ള ശ്ലോകങ്ങളിലൊക്കെ എന്ന് പറയുന്നത്. അപ്പൊ ഭാഗവതത്തിന്റെ പ്രഥമ സ്കന്ധത്തിലെ പ്രഥമ അധ്യായത്തിലെ പ്രഥമ ശ്ലോകം, ആദ്യത്തെ ശ്ലോകം ഭാഗവതത്തിന്റെ മുഴുവൻ എസൻസും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ശ്ലോകമാണ്. സൂത്ര ശ്ലോകം എന്നൊക്കെ ആചാര്യന്മാര് അതിനെ വിളിക്കും. നമുക്കതിലേക്ക് കിടക്കാം. എന്താണ് ഭാഗവതത്തിന്റെ സന്ദേശം? ഭാഗവതത്തിൽ ഉള്ളടങ്ങിയിട്ടുള്ള തത്വം അല്ലെങ്കിൽ രഹസ്യം എന്താണ്? അത് ആദ്യത്തെ ശ്ലോകത്തിലൂടെ വെളിപ്പെടുത്തുന്നു. ജന്മാദ്യസ്യയതൊന്വയാതിതരത ച അർത്ഥേഷ വിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഖ്യന്തിയൽ സൂരയ തേജോവാരിമതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാം ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. സത്യം പരം ധീമഹി. ധീമഹി, ഈ ശബ്ദം നിങ്ങൾ കേട്ടുപരിചയമുണ്ടല്ലോ. പ്രത്യേകിച്ച് നമുക്ക് ഇന്ന് എല്ലാ മന്ത്രങ്ങളും കാസറ്റിലൂടെയും മറ്റും കേൾക്കാൻ പറ്റുന്ന ഒരു കാലമായതുകൊണ്ട് ഈ മന്ത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ധീമഹി എന്നുള്ളത്. ഗായത്രി മന്ത്രം കേട്ടിട്ടുള്ളവരാണെങ്കിൽ ഈ ശബ്ദം നിങ്ങൾ കേൾക്കും. ഭൂർഭുവസ്വത്ത സവിതോർവരണ്യം ഭർഗോ ദേവസ്യ ധീമഹി. ഈ ശബ്ദം നിങ്ങൾ കേൾക്കും. ധീ എന്ന ശബ്ദത്തിന് സംസ്കൃതത്തിൽ ബുദ്ധി എന്നാണ് അർത്ഥം. ധീമഹി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്മരിക്കുന്നു, ഞങ്ങളുടെ ബുദ്ധി കൊണ്ട് ഞങ്ങൾ ഈ അറിവിൽ സ്മരിച്ച് ജീവിക്കുന്നു. രണ്ട് കാര്യങ്ങളാണ് നമ്മളോട് ഓർമ്മിപ്പിക്കാൻ പറയുന്നത്. അറിവിന്റെ സ്മരണയിൽ ജീവിക്കൂ, സ്മരണയിൽ ജീവിക്കൂ. ഏത് സ്മരണയിൽ? നമ്മുടെയൊക്കെ ജീവിതം നോക്കിയാൽ സ്മരണയിലാണ് നമ്മുടെ ജീവിതം നിൽക്കുന്നത്. നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒരുപാട് സ്മരണയിലേക്ക് ഉണർന്നു വരുന്നുണ്ട്. സമയം എത്രയായി, അത് കഴിഞ്ഞിട്ട് എവിടെയാണ് സ്വിച്ച്, എവിടെയാണ് ബാത്റൂം, എവിടെയാണ് ഓരോ കാര്യങ്ങൾ വച്ചിരിക്കുന്നത്, നിങ്ങളുടെ ഡ്രസ്സ് എവിടെയാണ് വെച്ചിരിക്കുന്നത്, ഇതെല്ലാം നമ്മുടെ സ്മരണയിൽ നിന്നല്ലേ വരുന്നത്. എല്ലാം സ്മരണയിൽ നിന്നാണ്. നിങ്ങൾ പുതിയൊരു വീട്ടിൽ പോയി താമസിക്കണം വിചാരിക്കുക. പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ ഈ ബുദ്ധിമുട്ടുണ്ടാവും. ഇന്നലെ വരെ വേറൊരു വീട്ടിൽ താമസിച്ച് ഇന്ന് പുതിയൊരു വീട്ടിലേക്ക് താമസിക്കുമ്പോൾ എവിടെയാ സ്വിച്ച്, എവിടെയാ ബാത്റൂം എന്നറിയില്ല.
രാവിലെ തന്നെ 2 ദിവസം തപ്പും ഇതെവിടെയാ സംഭവം എന്നുള്ളത്. അപ്പൊ മനസ്സിനറിയില്ല. മനസ്സൊരാഴ്ച കൊണ്ട് ഒരു ചിത്രം മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടാവും. ഇന്ന സ്ഥലത്ത് ബാത്റൂം, ഇന്ന സ്ഥലത്ത് റൂം, ഇന്ന സ്ഥലത്ത് ഓരോ സാധനങ്ങൾ വെച്ച്. പെട്ടെന്ന് ഓർക്കില്ല മനസ്സ്, അതേ ഓർക്കുള്ളൂ മനസ്സ് എവിടെയാണ്. അപ്പോ ആ സ്മരണയിൽ നിന്ന് പുതിയൊരു സ്മരണയിലേക്ക് വരുമ്പോൾ മനസ്സിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. നിങ്ങൾ എവിടെയെങ്കിലും ലോഡ്ജിലൊക്കെ താമസിക്കുമ്പോൾ, ഗുരുവായൂരൊക്കെ പോയിട്ട് ഒരു ദിവസം താമസിക്കുമ്പോൾ ആദ്യം തന്നെ ഒരു പരിങ്ങലുണ്ടാവും. എവിടെ ഈ സ്വിച്ചൊക്കെ ഉള്ളത്, എവിടെയാണ് ഈ ബാത്റൂം എന്നൊക്കെ ഉള്ളൊരു പരിങ്ങലുണ്ടാവും. അല്ലേ? ശരിയല്ലേ സംഭവം? മനസ്സിൽ അങ്ങനെ ഒരു സ്മരണയില്ലാത്തതുകൊണ്ട് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതം മുഴുവൻ ഒരു സ്മരണയിലാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ആ സ്മരണയിൽ ജീവിക്കുമ്പോൾ നമ്മളോട് പറയാണ്, ശരി നിങ്ങൾ ജീവിച്ചോളൂ, പക്ഷേ സത്യം പരം ധീമഹി, പരമമായ സത്യത്തിന്റെ സ്മരണയിൽ ജീവിക്കൂ. പരമമായ സത്യത്തിന്റെ സ്മരണയിൽ ജീവിക്കൂ. അപ്പൊ നമ്മൾ ജീവിക്കുന്ന സത്യത്തിന്റെ സ്മരണയിലല്ലേ? തീർച്ചയായിട്ടും സത്യത്തിന്റെ സ്മരണയിലാണ്. പക്ഷെ നമ്മൾ കൊണ്ടു നടക്കുന്ന സത്യത്തിന്റെ സ്മരണ എന്ന് പറയുന്നത് കേവലം ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ പ്രിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ജീവിതത്തിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് സ്ഥൂലമെന്നും മറ്റൊന്ന് സൂക്ഷ്മമെന്നും. ഇത് രണ്ടും ജീവിതത്തിൽ ആർക്ക് സ്മരിച്ച് ജീവിക്കാൻ സാധിക്കുന്നു അവനാണ് നേരത്തെ പറഞ്ഞ പോലെ ജീവിതം ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നത്. ശരി, നമുക്ക് മനസ്സിലായില്ല എന്താ ഈ സ്ഥൂലം എന്താ സൂക്ഷ്മം എന്നുള്ളത്. നമുക്കറിയാം ഏത് കാര്യത്തിനും 2 ഭാഗമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, പകലുണ്ടോ രാത്രിയുണ്ട്, സുഖമുണ്ടോ അതിൽ ദുഃഖമുണ്ട്, ജയമുണ്ടോ അതിന്റെ പിന്നിലൊരു പരാജയമുണ്ട്. അങ്ങനെയുണ്ട്. ആരോഗ്യത്തിന്റെ പിന്നിലൊരു രോഗമുണ്ട്, ഇല്ല നമുക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. ഇപ്പൊ നമ്മൾ നല്ലൊരു മാങ്ങാപ്പഴം കാണുമ്പോഴും നമുക്കറിയാം അതിൻ്റെ ഉള്ളിലൊരു സ്വാദില്ലാത്ത, ടേസ്റ്റ് ഇല്ലാത്ത ഒരു അണ്ടി, ഒരു വിത്ത് പരിപ്പുണ്ട് എന്നുള്ളത്. നമ്മളൊരു കശുവണ്ടി കാണുന്ന സമയത്ത് നമുക്കറിയാം അതിന്റെ പുറന്തോട് ചവർപ്പാണെങ്കിൽ അതിനുള്ളിൽ മധുരമുള്ള ഭാഗമുണ്ട് എന്ന്, അതിനുള്ളിൽ ടേസ്റ്റുള്ള സാധനമുണ്ട് എന്നുള്ളത്. ഇപ്പൊ 2 ഭാഗങ്ങളും കൂടി ചേരുമ്പോഴാണ് ഒരു കാര്യം പൂർണ്ണമാവുന്നത്. ശരിയാണല്ലോ? ഇനി നമ്മളിലേക്ക് കടക്കുമ്പോൾ ഏതാണ് സ്ഥൂലം, ഏതാണ് സൂക്ഷ്മം, ഇത് വ്യക്തമായി മനസ്സിലാക്കി ജീവിക്കാനാണ് ഭാഗവതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പറയണോ, ശ്രദ്ധിക്കണം, അപ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ. ജന്മാദി അസ്യ, നമ്മുടെ ജനനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ ജനനം എന്ന് പറഞ്ഞാൽ ഉണരുക. ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള പ്രവൃത്തികളൊക്കെ ആരാണ് ചെയ്യുന്നത്, ആരാണ് ചെയ്യിക്കുന്നത്? നമുക്കറിയാം ശരീരം കൊണ്ട് നമ്മൾ ആണും പെണ്ണുമാണ്, അല്ലേ? ആയിരേ പറ്റുള്ളൂ. ശരീരം കൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്, ശരീരം കൊണ്ടാണ് സകല പ്രവൃത്തികളും ചെയ്യുന്നത്. പക്ഷേ ശരീരം കൊണ്ട് ഇതൊക്കെ ചെയ്യുമ്പോഴും, ശരീരം കൊണ്ട് നാം ആണായിട്ടും പെണ്ണായിട്ടും ഇരിക്കുമ്പോഴും നമ്മളോട് ആണെന്നും പെണ്ണെന്നും പറയുന്നതും ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നതും മനസ്സിലെ ചിന്തകൾ മാത്രമാണ്. ചിന്തകൾ മനസ്സിലില്ലായിരുന്നു എങ്കിൽ, നമ്മുടെ മനസ്സിൽ യാതൊരു ചിന്തകളുമില്ലായിരുന്നെങ്കിൽ നമ്മൾ ആണാണെന്നോ പെണ്ണാണെന്നോ ഈ ശരീരത്തെ ഉണർത്താനോ ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കാനോ ഇന്നേ വരെ ആർക്കും ഈ പ്രപഞ്ചത്തിൽ സാധിച്ചിട്ടില്ല. ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? ചിന്തിക്കൂ. മനസ്സ് ഉണരുമ്പോഴാണ് ശരീരബോധമുള്ളത്. മനസ്സുണർന്നാലേ ശരീരത്തെ നിങ്ങൾക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുള്ളൂ. മനസ്സ് ശാന്തമായാലേ കിടന്നുറങ്ങാൻ സാധിക്കുകയുള്ളൂ. ശരിയല്ലേ? ഈ ശരീരം ഇവിടെ ഇരിക്കുമ്പോഴും ശരീരം നടക്കുമ്പോഴും ആരാ ശരീരത്തെ ഇരുത്തുന്നത്, ആരാ ശരീരത്തെ നടത്തുന്നത്? സ്ഥൂലമായി നോക്കുമ്പോൾ നമുക്ക് കാണാം ശരീരമാണ് നടക്കുന്നത്, ശരീരമാണ് ഇരിക്കുന്നത്. പക്ഷേ ശരീരത്തെ ഇരുത്തുന്നതും ശരീരത്തെ നടത്തുന്നതും ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നതും എല്ലാം ചിന്തകളാണ്, മനസ്സാണ് പ്രിയാണ്. ശരിയാണോ? ചിന്തിക്കൂ. ചിന്തകൾ മനസ്സിലില്ലായിരുന്നു എങ്കിൽ ഈ ശരീരത്തിൽ ഉണരാനോ പ്രവർത്തിക്കാനോ നടക്കാനോ സാധ്യമല്ല. അപ്പൊ നമ്മളിൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ശരീരവും മറ്റൊന്ന് മനസ്സും. മനസ്സുണ്ടോ ശരീരമുണ്ട്,
മനസ്സുണരുന്നുണ്ടോ ശരീരത്തിന് ഉണരാൻ സാധിക്കും. മനസ്സ് പ്രവർത്തിക്കുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ, ശരീരത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും. ശരിയല്ലേ? വാസ്തവത്തിൽ ശരീരം അല്ല നടക്കുന്നതും നടത്തുന്നതും എല്ലാം ആരായിരിക്കണം? മനസ്സായിരിക്കണം. ഇനി ശരീരത്തെ സംബന്ധിച്ച് ആണെന്നും പെണ്ണെന്നുമുള്ള ഭാവങ്ങള്, ഈ ശരീരത്തിന്റെ ഭാഗങ്ങള് നമുക്ക് പറഞ്ഞു തരുന്നതും ആരാണ്? മനസ്സ് തന്നെയാണ്. കാരണം മനസ്സുണരാത്തോടത്തോളം കാലം ആണെന്നോ പെണ്ണെന്നോ പറയാൻ സാധ്യല്ല. അപ്പോഴും മനസ്സ് വേണം. നമ്മൾ ആണാണ് പെണ്ണാണെന്ന് പറഞ്ഞു തരാൻ. ശരിയല്ലേ? നമ്മുടെ പ്രായം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും ആരാണ്? ശരീരമാണോ മനസ്സാണോ? മനസ്സാണ്. ഒരുപക്ഷെ മനസ്സിന്റെ വളർച്ച വന്നില്ല എങ്കിൽ നമ്മൾ അയാളെ പ്രായമുള്ളവരായിട്ട് കണക്കാക്കാറില്ല. ഉണ്ടോ? ഇല്ല. അപ്പൊ മനസ്സ് തന്നെയാണ് പ്രായത്തെ നമുക്ക് കാണിച്ചു തരുന്നത് പ്രിയാണ്. ശരിയല്ലേ? 50 വയസ്സായിട്ടും ശരീരം കൊണ്ട് 50 ആയിട്ടും മനസ്സുകൊണ്ട് കുട്ടികളെപ്പോലെ പെരുമാറുന്ന മെന്റൽ മെച്യൂരിറ്റി വരാത്തവരെ നമ്മളാരും പാകം വന്ന മനുഷ്യരായിട്ട് കണക്കാക്കാറില്ല. ഉണ്ടോ? അപ്പോൾ നമ്മുടെ ശരീരത്തെക്കുറിച്ച്, വയസ്സിനെക്കുറിച്ചൊക്കെ ഓർമ്മിപ്പിക്കുന്നത് ആരാണ്? മനസ്സാണ്. തർക്കമില്ല. ഇനി വളരെ വളരെ ശ്രദ്ധിക്കണേ. വാസ്തവത്തിൽ ശാരീരികമായി ദുഃഖങ്ങൾ അനുഭവിക്കുമ്പോഴും ആ ദുഃഖം മുഴുവൻ ഇരിക്കുന്നത് എവിടെയാണ്? ശരീരത്തിലാണോ മനസ്സിലാണോ? മനസ്സിലാണ്. വേണ്ടപ്പെട്ട ബന്ധങ്ങൾ വിട്ടുപോകുമ്പോഴും വേണ്ടതൊന്നും നമുക്ക് നേടിയെടുക്കാൻ പറ്റാതിരിക്കുമ്പോഴും വിഷമങ്ങളൊക്കെ ഇരിക്കുന്നത് ശരീരത്തിലല്ല, മറിച്ച് മനസ്സിലാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നാം കൂടുതൽ ആരെയായിരുന്നോ മനസ്സിലാക്കേണ്ടത്? ശരീരത്തെയായിരുന്നോ മനസ്സിലെയായിരുന്നോ? ആരെയായിരിക്കണം? മനസ്സിനെയായിരിക്കണം എന്ന് പറയാണ്. ഭാഗവതം നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കി തരുന്ന ഒരു ശാസ്ത്രമാണ്. മനസ്സിനെ മനസ്സിലാക്കി ജീവിക്കാത്തത് കൊണ്ടായിരിക്കാം നമ്മുടെ പല പ്രശ്നങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തതും അത് പരിഹരിക്കാൻ സാധിക്കാത്തതും. ശരിയാവുണ്ടോ പറയുന്നത്? ശരിയാണോ പറയുന്നത്? വെറുതെ നിങ്ങൾ തലകുലുക്കരുത് പ്രിയാണ്. അപ്പോൾ ഭാഗവതം വെറുതെ ഒരു കഥ പറയുന്ന ഗ്രന്ഥമല്ല. ഭാഗവതം എന്ന് പറയുന്നത് എത്രയോ ചെറുപ്പത്തിലേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനമായിരുന്നു. അതൊരു ഗംഭീരമായ മനഃശാസ്ത്രമായിരുന്നു പ്രിയാണ്. മനസ്സിനെ മനസ്സിലാക്കി തന്ന് ആ മനസ്സിനെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്താലാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ അനുഭവങ്ങളെയും നമുക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കുക എന്ന അറിവ് പറഞ്ഞു തരുന്ന ഒരു ഗ്രന്ഥമാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് ഭാഗവതം കേട്ടതുകൊണ്ട് മാത്രമാണ് പ്രഹ്ലാദൻ എന്ന് പറയുന്ന കുട്ടിക്ക് തന്റെ അച്ഛൻ പോലും ജന്മശത്രുവായി തീർന്ന് തന്നെ ദ്രോഹിപ്പിച്ച് അധ്യാപകന്മാർ തന്നെ തെറ്റായ വഴിക്ക് നയിച്ചിട്ടും വഴി തെറ്റാതെ, ദുഃഖിക്കാതെ, തളരാതെ തന്റെ ജീവിതത്തെ ബാലൻസ് ചെയ്യാൻ സാധിച്ചത്. ശരിയല്ലേ? ചിന്തിക്കൂ നിങ്ങൾ. എല്ലാ തരത്തിലുമുള്ള ഭൗതിക ജ്ഞാനം നേടിയിട്ടും അസ്ത്രങ്ങളിൽ പരമ അസ്ത്രമായ ബ്രഹ്മാസ്ത്രവിദ്യ നേടിയിട്ടും ആയുധങ്ങളിൽ വെച്ച് ദിവ്യായുധമായ ഗാന്ധീവം എന്ന ധനുസ് നേടിയിട്ടും സ്വന്തം മനസ്സിനെ മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് അർജുനൻ എല്ലാ കഴിവുകളുണ്ടായിട്ടും യുദ്ധക്കളത്തിൽ തളർന്നു പോയത് പ്രിയാണ്. മനസ്സിലാവുണ്ടോ നീക്ക്? അർജുനന് ബാഹ്യമായ വിദ്യ അറിയാമായിരുന്നു, പക്ഷെ ആന്തരികമായ മനസ്സിനെക്കുറിച്ചുള്ള, സൂക്ഷ്മമായ മനസ്സിനെക്കുറിച്ചുള്ള വിദ്യ അറിയുമായിരുന്നില്ല പ്രിയാണ്. അപ്പൊ സത്യം എന്നുള്ള ശബ്ദം കൊണ്ട് നീക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഒന്ന് സ്ഥൂലമാണെങ്കിൽ മറ്റൊന്ന് സൂക്ഷ്മമാണ്. ഒന്ന് ബാഹ്യമാണെങ്കിൽ ഒന്ന് ആന്തരികമാണ്. നമ്മളെ നമ്മളാക്കി നിലനിർത്തുന്നത് വാസ്തവത്തിൽ നമ്മുടെ മനസ്സ് തന്നെയാണ്. ചിന്തകൾ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഉണ്ടെന്ന് പോലും നമുക്ക് പറയാൻ സാധ്യമല്ല. കോമയിൽ കിടക്കുന്നൊരു വ്യക്തിയെ സംബന്ധിച്ച് ജീവിതം ചത്തതിന് തുല്യമാണ്. അയാളെ സംബന്ധിച്ച് അയാളുടെ ഒരനുഭവങ്ങളും അയാൾക്ക് പ്രത്യക്ഷമായി ശാരീരികമായി അനുഭവിക്കാൻ സാധ്യമല്ല. ശരിയല്ലോ? ചിന്തിക്കൂ നിങ്ങൾ. കോമയിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്താ അനുഭവത്തിന് പ്രസക്തിയുണ്ട്?
അയാൾക്കൊരു പക്ഷെ ആന്തരികമായ വിഷമങ്ങളും വേദനകളും ഉണ്ടാവും, നമുക്കറിയില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ച് അയാളൊരു വെജിറ്റബിൾ മാത്രമാണ്. അപ്പൊ നമ്മളെ ഇപ്പോ ഉണർത്തി പ്രവർത്തിപ്പിക്കുന്നത് മുഴുവൻ നമ്മുടെ മനസ്സാണെങ്കിൽ നാം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ആരെയായിരുന്നു? സ്വന്തം മനസ്സിനെയായിരുന്നു. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഭാഗവതം എത്രമാത്രം സീരിയസ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതാണെന്ന് നോക്കൂ നിങ്ങൾ. അതെത്രയോ നമ്മൾ ആ രീതിയിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ താളം തെറ്റിച്ചത് എന്ന് പറയാണ്. താളം തെറ്റിപ്പോയത്. അപ്പോ ജീവിതത്തിൽ രണ്ട് സത്യങ്ങളുണ്ട്. ഒന്ന് സ്ഥൂലമെന്നും മറ്റൊന്ന് സൂക്ഷ്മമെന്നും. സൂക്ഷ്മമായത് മനസ്സാണ്. ഇനി വളരെ വളരെ ശ്രദ്ധിക്കണം, അപ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ശരീരം കൊണ്ട് നമ്മൾ ആണാണ് പെണ്ണാണ് എന്നതിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധ്യമല്ല. കാരണം അങ്ങനെ പ്രകൃതി നമുക്കൊരു ജന്മം തന്നു. പക്ഷെ നമ്മൾ ആണാണെന്നും പെണ്ണാണെന്നും പറയുന്നതും മനസ്സുകൊണ്ടാണെങ്കിൽ മനസ്സിന് ആണെന്നും പെണ്ണെന്നും ഉണ്ടോ? നമ്മുടെ മനസ്സിനാണെന്നും പെണ്ണെന്നുമുണ്ടോ? ചിന്തകൾക്കാണെന്നും പെണ്ണെന്നുള്ള ഭാവമുണ്ടോ? ഇല്ല. ചിന്തകൾ ആണെന്നോ പെണ്ണെന്നോ പറയാൻ സാധ്യമല്ല. ആണിന്റെ മനസ്സിലും ചിന്തകളുണ്ട്, പെണ്ണിന്റെ മനസ്സിലും ചിന്തകളുണ്ട്. പെണ്ണ് ആണ് എന്നത് ശാരീരിക തലത്തിൽ മാത്രമാണ്. ചിന്തയുടെ തലത്തിൽ ആണും പെണ്ണും എന്ന യാതൊരു വ്യത്യാസവും ഇല്ല. ഇനി രണ്ട്, ശരീരം കൊണ്ട് നമുക്ക് പ്രായം കൂടുന്നുവെങ്കിലും മനസ്സുകൊണ്ട് നമുക്ക് പ്രായം കൂടുന്നുണ്ടോ? ചിന്തകൾക്ക് വല്ല പ്രായവുമുണ്ടോ? മനസ്സിന് വല്ല പ്രായവുമുണ്ടോ? ഒരു പ്രായവുമില്ല. ഇവിടെ ഇരുന്നിട്ട് നമുക്കൊരു കുഞ്ഞിനെ പോലെ പെരുമാറാം. മനസ്സുകൊണ്ട് നമുക്കൊരു കുട്ടിയായി തീരാൻ സാധിക്കും. ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്കൊരു വൃദ്ധനെ പോലെ പെരുമാറാം. ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്കൊരു സ്ത്രീയെ പോലെ പെരുമാറാം. ഇല്ലേ? മനസ്സുകൊണ്ട് അങ്ങനെ ചിന്തകൾ വെച്ച് നിങ്ങൾക്ക് സ്ത്രീയെ പോലെ സംസാരിക്കാം. മനസ്സുകൊണ്ട് നമുക്ക് ചിന്തകൾ വെച്ച് ഒരു പുരുഷനെ പോലെ സംസാരിച്ചുകൂടെ? മനസ്സുകൊണ്ട് നമുക്ക് എന്തും ഏത് ഭാവത്തിലും പെരുമാറാൻ സാധിക്കുമെങ്കിൽ മനസ്സിന് അല്പം പോലും പ്രായമെന്നത് ഇല്ല. ഇനി മനസ്സിന് രോഗങ്ങളും ഇല്ല എന്നതാണ് പരമാർത്ഥം. ശാരീരികമായ രോഗങ്ങൾ വരുമ്പോൾ, തലവേദന തലയ്ക്ക് വരുമ്പോൾ മനസ്സിന് തലവേദന ഉണ്ടോ? മുട്ടുവേദന ഉണ്ടാകുമ്പോൾ മനസ്സിന് മുട്ടുവേദനയുണ്ടോ? പല്ലുവേദന വരുമ്പോൾ മനസ്സിന് പല്ലുവേദനയുണ്ടോ? വയറുവേദന വരുമ്പോൾ മനസ്സിന് പല്ലുവേദനയുണ്ടോ? ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ശാരീരികമായ പ്രശ്നങ്ങളൊന്നും ആർക്കില്ല? മനസ്സിന്, ചിന്തകൾക്കില്ല. എന്ന് വെച്ചാൽ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത്? ശരീര ഭാവത്തിന്റെ നേരെ വൈരുദ്ധ്യമായ ഒരു ഭാവമാണ് മനസ്സിനുള്ളത് എന്ന് പറയാനാണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. ശരീരത്തിന് ആകൃതിയുണ്ട്, മനസ്സിന് ആകൃതിയില്ല. ശരീരത്തിന് ആണും പെണ്ണെന്നുള്ള ഭാവമുണ്ട്, മനസ്സിനതില്ല. ശരീരത്തിന് പ്രായമുണ്ട്, മനസ്സിനതില്ല. ശരീരത്തിന് രോഗങ്ങളുണ്ട്, മനസ്സിനതില്ല. അപ്പൊ നേരെ വൈരുദ്ധ്യമായിട്ടുള്ളൊരു ഭാവമാണ് മനസ്സിനുള്ളതെങ്കിൽ ഞാനും നിങ്ങളും ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കേണ്ടതായിരുന്നില്ലേ? ഒരു വശത്ത് സ്ഥൂലമായി ആകൃതിയുണ്ട്, പ്രായമുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഒരു വശത്ത് ഇതൊന്നുമില്ല. ഇത് രണ്ടും ചേർന്നിരിക്കുന്ന ഒരു ജീവിതമാണ് നമ്മുടെ. ഇതൊന്നും കൂടി നിങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ ഞാനും നിങ്ങളും ഈ ലോകത്തിലേക്ക് വരുമ്പോൾ തന്നെ ഈ വൈരുദ്ധ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് വരുന്നത്. എല്ലാവരും ഈ വൈരുദ്ധ്യം മനസ്സിലാക്കുന്നുണ്ട്. എന്താണ് വൈരുദ്ധ്യം? നമ്മളിവിടെ കാണുന്നു ജനന മരണങ്ങൾ, നമ്മളിവിടെ കാണുന്നു ചിലതെല്ലാം നിത്യമായി ഇവിടെ നിലനിൽക്കുന്നത്. നമ്മൾ ജനിച്ചു വരുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശനൊക്കെ മരിച്ചു പോയിട്ടുണ്ട്, മുത്തശ്ശന്റെ മുത്തശ്ശിയൊക്കെ അവരൊക്കെ മരിച്ചു പോയി കഴിഞ്ഞു. എന്നാൽ നമ്മൾ കാണുന്നു അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നിലനിന്ന ആകാശവും വായുവും അഗ്നിയും ജലവും പൃഥിവിയും നിലനിൽക്കുന്നതായിട്ട്. നമ്മളൊരു പക്ഷേ മുത്തശ്ശന്മാരെയൊന്നും കണ്ടിട്ടില്ലെങ്കിലും ആ മുത്തശ്ശന്റെ കാലത്ത് പോലും നിലനിന്നിരുന്ന ആകാശവും വായുവും ഇന്നും നിലനിൽക്കുന്നതായിട്ട് ഇല്ലേ? ഇവിടെ ജീവജാലങ്ങൾ ജനിച്ചു പോകുമ്പോഴും പ്രകൃതിയെന്നും പ്രകൃതിയായിട്ട് നിലനിൽക്കുന്നത് നമ്മൾ കാണുന്നു. അതായത് ഒരു വശത്ത് നാം പ്രകൃതിയിൽ ജീവജാലങ്ങളൊക്കെ
ജീവജാലങ്ങളൊക്കെ ജനിച്ചു മരിച്ചത് കാണുമ്പോൾ ഒരു വശത്ത് നമ്മൾ പ്രകൃതിയിൽ നിത്യത കാണും. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഒരു വശത്ത് അനിത്യതയും ഒരു വശത്ത് നിത്യതയും ഞാനും നിങ്ങളും കാണുന്നുണ്ട്. ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല. ഒരു വൈരുദ്ധ്യം നമ്മൾ കാണുന്നുണ്ട്. രണ്ടാമത് നമ്മളിവിടെ കാണുന്നു സംയോഗവും വിയോഗവും. നമ്മൾ ഈ ലോകത്തിലേക്ക് വരുമ്പോൾ ചിലരൊക്കെ ഇവിടുന്ന് വിട്ടുപോകുന്നു. നമ്മളിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരും നമ്മളെ വിട്ടുപോകുന്നു. അങ്ങനെ സംയോഗങ്ങളിലൊക്കെ ഒരു വിയോഗവും നമ്മൾ കാണുന്നുണ്ട്. ഇത് പ്രകൃതിയുടെ മറ്റൊരു വൈരുദ്ധ്യം നമ്മൾ കാണുന്നു. ഏത് ലോകത്തിലും ഇതുണ്ടായേ പറ്റുള്ളൂ പ്രിയാണ്. മൂന്നാമത്തത് ഞാനും നിങ്ങളും കാണുന്നു, ഇവിടെ എല്ലാവർക്കും ഒരുപോലെയല്ല ദുഃഖം, എല്ലാവർക്കും ഒരുപോലെയല്ല സുഖം. ഇത് മറ്റൊരു അനുഭവം നമ്മൾ കാണുന്നു. ഒരു വീട്ടില് ഒരു ഭാര്യയുടെ ഭർത്താവ് മരിക്കുമ്പോൾ, ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിക്കുമ്പോൾ ആ വീട്ടിലെല്ലാവർക്കും ഒരുപോലെയല്ല ദുഃഖം നമ്മൾ കാണുന്നത്. ഓരോരുത്തരിലും ദുഃഖത്തിന്റെ അളവിൽ വളരെ വ്യത്യാസമുണ്ട്. ഇല്ലേ? ശരിയാണോ? ഒരച്ഛൻ മരിക്കുന്ന സമയത്ത് ആ ഭാര്യയ്ക്ക് എത്ര ദുഃഖമുണ്ടോ അത്ര ദുഃഖം ഒരുപക്ഷെ അവരുടെ കല്യാണം കഴിഞ്ഞ മക്കൾക്കുണ്ടാവൂ? ഉണ്ടായിരിക്കുമോ? ഇല്ല. ഇനി ആ കല്യാണം കഴിഞ്ഞ മക്കളിൽ ഉണ്ടാവുന്ന മക്കൾക്കുണ്ടായിക്കൊള്ളുന്നുണ്ടോ? അത്രയും ഉണ്ടാവില്ല. ശരിയല്ലേ? ഒരു സ്ത്രീയുടെ കല്യാണം കഴിഞ്ഞ് ഒരു വീട്ടിലേക്ക് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീ മരിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ആ പെൺകുട്ടിയുടെ അമ്മയുടെ അത്ര ദുഃഖം ഉണ്ടാവൂ? ഒരേ ദുഃഖം എല്ലാവരിലും ഒരുപോലെയല്ല നമ്മൾ കാണുന്നത്, വ്യത്യസ്തമായിട്ട് നമ്മൾ കാണുന്നു. വാസ്തവത്തിൽ എന്താണ് ഈ ദുഃഖത്തിന് കാരണം? അത് നമ്മളാരും ചോദിക്കുന്നില്ല. നമ്മൾ ദുഃഖിക്കുന്നുണ്ട്. ഈ വൈരുദ്ധ്യത്തെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ ചോദിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ ദിവസവും പത്രം എടുക്കുമ്പോൾ ഒരുപാട് മരണങ്ങളും ഒരുപാട് കാര്യങ്ങളും വായിക്കുന്നു. അതൊന്നും നമ്മൾ അങ്ങനെയൊന്നും ബാധിക്കുന്നില്ല. ഒരു ട്രെയിൻ ആക്സിഡന്റ് നമ്മൾ വായിക്കുമ്പോൾ, പത്രത്തിൽ വലിയ അക്ഷരത്തിൽ ട്രെയിൻ ആക്സിഡന്റ് വരുമ്പോൾ അതൊരു നോർത്തിലാ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇന്ത്യയിൽ സംഭവിച്ചു എന്ന് പറയും. അത് കേരളത്തിലാ സംഭവിച്ചതെന്ന് വെച്ചാൽ കുറച്ചുകൂടി വിഷമായി. അത് എറണാകുളത്താ സംഭവിച്ചു വെച്ചാൽ ആകെ വിഷമായി. അതിൽ നമ്മുടെ ആരെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വിഷമായി. ഇനി അങ്ങനെയല്ലേ ഇത്? ആ സംഭവം നമ്മളെ സ്വാധീനിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്തുണ്ട്? 110 നിലയുള്ള ഒരു ബിൽഡിംഗ് അമേരിക്കയിൽ പൊളിഞ്ഞിട്ട് നമുക്ക് വല്ല വിഷമമുണ്ടോ? ഒരു വിഷമവുമില്ല. കാശ്മീരിൽ ദിവസവും തീവ്രവാദികൾ വെടിവെച്ചുകൊള്ളു. നമുക്കെന്ത് പ്രശ്നമുണ്ട്? നിങ്ങൾ എത്ര വേണേയും കൊന്നു എന്നുള്ളതാണ്. പക്ഷെ ആ കാശ്മീരിലെ തീവ്രവാദം നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ നമുക്ക് പിന്നെ സമാധാനമില്ല എന്ന് പറയാണ്. ചിന്തിക്കൂ. അപ്പോ എല്ലാവരെയും ഒരേ പ്രശ്നം ഒരേ രീതിയിലല്ല അലട്ടുന്നത്. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ഇതിൽ എങ്ങനെ കൊണ്ടു നടക്കണം? നാം നിത്യവും അനിത്യവും കാണുമ്പോൾ ഇതിൽ നമ്മൾ ആരാണ്? ഈ സംയോഗ വിയോഗങ്ങൾ വരുമ്പോൾ എന്താണ് ഈ സംയോഗ വിയോഗങ്ങൾ? ദുഃഖം എല്ലാവരെയും ഒരുപോലെയല്ല സ്വാധീനിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് നമ്മളെ സ്വാധീനിക്കുന്നു? ഇതൊക്കെ നാം ഉൾക്കൊണ്ട് ജീവിക്കാൻ തയ്യാറായി, മനസ്സിലാക്കി ജീവിക്കാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും ജീവിതത്തിന്റെ രഹസ്യം നമ്മൾ മനസ്സിലാക്കി ജീവിക്കാൻ തയ്യാറായാൽ ഭാഗവതം പറയുന്നു, ജീവിതത്തെ നമുക്ക് വളരെ സുലളിതമായിട്ട് മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നു പറയാണ്. വാസ്തവത്തിൽ ജീവിതം ഭാരമായിത്തീരുന്നത് അത് വേണ്ട വിധത്തിൽ മനസ്സിലാക്കി ജീവിക്കാത്തത് കൊണ്ട് മാത്രമാണെന്ന് ഭാഗവതം സംശയമന്യേ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ജീവിതം മനസ്സിലാക്കി ജീവിച്ചവർക്കൊന്നും ജീവിതം അല്പം പോലും ഭാരമായി തോന്നിയിട്ടില്ല. മനസ്സിലാക്കണം. അതിനാണ് ഈ ഭാഗവതം നമ്മൾ കേൾക്കേണ്ടത്. എന്താണ് അതിലൂടെ മനസ്സിലാക്കേണ്ടത് എന്നത് നമുക്ക് ഭക്ഷണത്തിന് ശേഷം നോക്കാം. വീണ്ടും നമുക്ക് 9 മണിക്ക് ആരംഭിക്കാം. അതിനുശേഷം പിന്നീട് വായിച്ചതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കാണും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.